എല്ലാ ഗൈസ് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന തമിഴിൽ കണ്ട പോലെ തന്നെ ലൈവ് ഇതാക്കാനാണ്. പിക്സ്കാർട്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് അതിൽ എഡിറ്റ് ഫോട്ടോ എന്നുള്ളത് കൊടുത്തിട്ട് നമ്മൾ അതിന് നമ്മൾ ഗൂഗിളിൽ കാർ സ്കിൻ ഡിസൈൻ എന്ന് അടിച്ചെടുത്ത കുറേ ഡിസൈൻസ് കിട്ടും. നമുക്ക് അതിൽ ഇഷ്ടമുള്ള എടുക്കാം. ഞാനിത് അങ്ങനത്തെ ഡിസൈനാണ് എടുക്കുന്നത്. ഞാനിത് അങ്ങനെ ക്രോപ്പ് ചെയ്ത് സെറ്റാക്കി. എന്നിട്ട് നമ്മൾ അത് ഇതിൻ്റെ വൈറ്റ് ടെംപ്ലേറ്റിൽ ജെറ്റ് സിമുലേറ്റർ അത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളത് അടിയിക്കാക്കി നമുക്ക് ഒന്ന് അളവ് സെറ്റാക്കണം. അപ്പോൾ സൈഡൊക്കെ ഒന്ന് വലിച്ച് നീറ്റി സെറ്റാക്കുക. പിന്നെ അടിയിക്ക് വലിക്കുക. ഇത് നമുക്ക് മേലേക്കും വേറെ അടിക്കും വേറെ. അപ്പോൾ അടിയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ബ്ലെൻഡ് എന്നുള്ള ഓപ്ഷൻ കാണും. എന്നിട്ട് അതിൽ സ്ക്രീനല്ല മൾട്ടിപ്ലൈ എന്നുള്ളതുണ്ടാവും. മൾട്ടിപ്ലൈ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ അതിൽ മേലെ ഒരു ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇതുണ്ടാവും. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ അത് കിട്ടും. എന്നിട്ട് നമ്മളത് അതിൻ്റെ മേലെ ഭാഗത്ത് അപ്പോൾ ഒന്ന് വെക്കുക. എന്നിട്ട് നമ്മളത് വീണ്ടും ഒന്ന് ക്രോപ്പ് ചെയ്ത് സെറ്റാക്കുക. അപ്പോൾ ഗൈസ് ഇതാ വീണ്ടും അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമുക്കത് അതിൻ്റെ തൊട്ട മേലുള്ളതില്ലേ നമ്മുടെ തൊട്ട മേലുള്ള സൈഡും സെറ്റാക്കുക. അപ്പോൾ നമ്മൾ ഇത് അതിൻ്റെ മുമ്പ് ഒന്ന് ഫ്ലിപ്പ് ചെയ്യണം. ഇത് ഇപ്പോൾ കോപ്പി ഡ്യൂപ്ലിക്കേറ്റ് എടുത്തില്ലേ അതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് വേണം വെക്കാൻ, റിയൽ ആ ബസ്സിൻ്റെ ഒരു ഇത് കിട്ടാൻ. അപ്പോൾ ഗൈസ് ഞാൻ ഫ്ലിപ്പ് ചെയ്യുന്നത് ഞാൻ ഇതിൽ കാണിച്ചു തരാം. അതിനു മുമ്പ് ഗൈസ് നമുക്ക് വീണ്ടും ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ബ്ലെൻഡ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ വീണ്ടും മൾട്ടിപ്ലൈ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അത് വീണ്ടും സെറ്റാക്കണം. ഡാർക്കർ എന്നൊക്കെ ക്ലിക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. നമുക്കിതാ എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ ഫോട്ടോ എടുക്കുമ്പോൾ ഒന്ന് ബ്ലറാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതാ ഗൈസ് ഇതാ ഞാനത് മൾട്ടിപ്ലൈ എന്നുള്ള ക്ലിക്ക് ചെയ്തപ്പോൾ അപ്പോൾ അത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വീണ്ടും എടുത്തിട്ട് നമ്മളിതുപോലെ ഇതിൻ്റെ മേലല്ലേ അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് നമുക്കത് വലുതാക്കണമെങ്കിൽ വലുതാക്കുക. എന്നിട്ട് നമ്മൾ അത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് നേരെ തിരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ലെയേഴ്സിന് ബാക്ക് ആവുക. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ക്രോപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ക്രോപ്പ് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ അടിയിൽ 3 ഓപ്ഷൻ കാണും. റൊട്ടേറ്റ്. അപ്പോൾ ആ റൊട്ടേറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ മൂന്നാമതുള്ളത് ക്ലിക്ക് ചെയ്ത് നേരെ അത് തിരിയും. അപ്പോൾ അവിടെ അങ്ങനെ തന്നെ വരും ചെയ്യും. എന്നിട്ട് നമ്മൾ ഏതാണോ വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ പീസിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ക്രോപ്പ് എടുക്കുക. റൊട്ടേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. റൊട്ടേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് പെർപെൻഡിക്കുലർ അങ്ങനെയാണെന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അതൊന്ന് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ലാസ്റ്റത്തെ ഞാൻ ക്ലിക്ക് ചെയ്തു. വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. എന്നിട്ട് നമുക്ക് അത് നേരെ ലെയേഴ്സ് എന്നുള്ളത് ബാക്ക് അടിച്ചു. എന്നിട്ട് നമുക്ക് നേരെ അത് ആ മേലെ ഫ്രണ്ടിൽ കാണാമല്ലേ നമ്മുടെ വണ്ടിയുടെ ഇത് ഫ്രണ്ട് സൈഡ്. അപ്പോൾ നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് എന്നിട്ട് നമ്മളത് സൈഡാക്കുക. എന്നിട്ട് ഞാനതാ അതിൻ്റെ അടിഭാഗത്താണ് വെക്കണം, അതിൻ്റെ ഗ്ലാസ് ഉള്ള ഭാഗത്ത്. അപ്പോൾ നമ്മൾ ബ്ലെൻഡ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ആക്കിയ ചില സമയത്ത് മാത്രമേ അത് ചേഞ്ച് ചെയ്യേണ്ടുള്ളൂ. അല്ലെങ്കിൽ അത് നോർമൽ മോഡാവും. ചിലപ്പോൾ നിങ്ങൾക്ക് അതായിട്ടില്ല തോന്നിയാൽ നിങ്ങൾ നേരെ ബ്ലെൻഡ് എടുക്കുക, മൾട്ടിപ്ലൈ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അടിഭാഗത്ത് വേറൊന്ന് സെറ്റാക്കണം. എന്നിട്ട് നമ്മൾ ടോപ്പ് സൈഡില്ലേ മേലേക്ക്, അല്ലെങ്കിൽ സ്ക്രീൻ നമ്മൾ ഗെയിമിൽ എടുക്കുമ്പോൾ സ്ക്രീന് പോവും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ് നമുക്കിതാ ഇതിൻ്റെ മേലെ നിന്ന് അടിയിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊടുക്കാം.
ഗൈസ് ഇത് നമ്മൾ മേലെന്ന് നിൽക്കണില്ല, അതുകൊണ്ടാണ് ചില ഹാങ്ങിങ് പ്രോബ്ലം ഉണ്ട് ഇടയ്ക്ക് മൊബൈലിൽ. അപ്പോൾ അതാ നമ്മളത് ആ ഡിക്ക് വലിച്ച് നീട്ടും. സോറി. അപ്പോൾ അതാ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഏതാ ആ ഡിക്ക് വലിച്ച് കഴിഞ്ഞ് നീട്ടുണ്ട്. ഞാനത് സെറ്റാക്കി. എന്നിട്ട് നമ്മൾ അതിലൊരു ടി പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല, ടി. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് അവിടെ നമ്പർ പ്ലേറ്റ് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ KL52 എൻ്റെ പേരാണ് അടിച്ചെടുക്കുന്നത്. വീണ്ടും എൻ്റെ പേര് ഞാനൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ടിക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് വരും. അപ്പോൾ അവിടെ കളേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക് ആക്കിയിട്ട് എന്നിട്ട് ഞാനത് ചെറുതാക്കി സ്ക്രീനൊന്ന് സൂം ചെയ്തിട്ട് നമ്മളത് നേരെ നമ്പർ പ്ലേറ്റ് കൊണ്ടുപോയി വെക്കാം. അപ്പോൾ ഗൈസ് ഇതല്ല റിയലാണ്, ഫേക്കൊന്നുമല്ല. അപ്പോൾ നമ്മൾ നമ്പർ പ്ലേറ്റ് കൊണ്ടുപോയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നമുക്ക് വണ്ടിക്ക് ഒരു പേരടിക്കണം. അതാണ് ഇനി നമ്മുടെ അടുത്ത പരിപാടി. നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് സൈഡിൽ ഞാനിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ബാക്ക് ഫ്രണ്ട് സൈഡ്. അപ്പോൾ അങ്ങനെ 7 ഫോട്ടോ എന്നുള്ളത് നമ്മളൊരു ബ്ലാക്കില്ലേ പ്രശ്നമുണ്ട്. ഓക്കെ, നമുക്കൊരു ബ്ലാക്ക് മോഡൽ ഫോട്ടോ നമുക്ക് വേണം. അപ്പോൾ നമ്മളത് ബ്ലാക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കതൊന്ന് ക്രോപ്പ് ചെയ്യണം. അതിനടിയിൽ ഡേറ്റ് ഉണ്ട്, അത് കളയാനാണ്. അത് ഡേറ്റ് കളഞ്ഞിട്ട് ക്രോപ്പ് ചെയ്ത് ഞാനത് കുറച്ച് നീളത്തിലാക്കിയിട്ട് അതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നെയിം അടിക്കാനാണ്. നെയിം നമ്മൾ ആ ഗ്ലാസിൻ്റെ മേലെ വെറുതെ വെച്ചാൽ ചിലപ്പോൾ ഒരു ബോറ് ആയപോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ ഇങ്ങനെ വെച്ചിട്ട് അതൊന്ന് ചെറുതാക്കുന്നുണ്ട് സൈഡിൽ നിന്ന് വലിച്ചിട്ട്. അപ്പോൾ അത് സെറ്റാക്കി. ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മൾ നേരെ ബ്ലെൻഡ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈൻ്റെ തൊട്ട് മുമ്പുള്ള സ്ക്രീൻ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. കണ്ടോ, മൾട്ടിപ്ലൈ എനിക്ക് അത് കാണാണ്ട് പോകും. അപ്പോൾ സ്ക്രീൻ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ടിക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ ടെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വണ്ടിക്ക് ഏത് പേരാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പേര് അടിച്ചെടുത്തു, ഞാൻ എൻ്റെ പേര് തന്നെയാണ് അടിക്കുന്നത്. അപ്പോൾ ആ പേര് അടിച്ചെടുത്തു. എന്നിട്ട് നമുക്ക് നേരെ കളേഴ്സ് എന്നുള്ളത് കൊടുത്താൽ പല ഫോണ്ടുകളും ഉണ്ടാവും. അപ്പോൾ ഞാനതിൽ കളേഴ്സ് എന്നുള്ളത് കൊടുത്തിട്ട് ഇഷ്ടമുള്ള കളർ എടുത്തിട്ടു. അപ്പോൾ എൻ്റെ നെയിം അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അടിയിലും നമ്മളെ നെയിമിൻ്റെ അടിയിൽ ആയിട്ട് അങ്ങനെ കൊടുക്കില്ല. അപ്പോൾ ഞാൻ അത് കൊടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് സെറ്റാക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് അപ്പോൾ ഞാനതിൽ ലവ് ടു ഫാമിലി എന്നാണ് അടിക്കുന്നത്. അപ്പോൾ നമ്മളിതാ ലവ് ടു ഫാമിലി എന്നാണ് അടിക്കുന്നത്. ഞാനിതാ അത് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കളേഴ്സ് എന്നുള്ള കൊടുത്തിട്ട് ആദ്യം കളർ ഇട്ട പോലെ നമുക്കിതിൽ ഇഷ്ടമുള്ള ഒരു കളർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനത് നല്ല ചെറുതാക്കാണ്. നമ്മളതിൻ്റെ ഫ്രണ്ടിൽ അടിയിൽ നെയിമിൻ്റെ അടിയിൽ ഗ്ലാസിൻ്റെ തൊട്ടടിയിലായിട്ടാണ് നമ്മളത് കൊണ്ടുപോയി വെക്കുന്നത് ഗൈസ്. അപ്പോൾ ഞാനത് ചെറുതാക്കിയിട്ട് കുറച്ചും കൂടി ചെറുതാക്കണം. ഇത്ര ചെറുതാക്കിയിട്ട് ഞാനത് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഗെയിമിൽ കിട്ടാൻ നന്നായിട്ട് തന്നെയാണ് കിട്ടുക. പിന്നെ ഞാനിതാ ഫാമിലി ഈസ് ബിഗ് എന്ന് ഞാൻ വീണ്ടും കൊടുത്തിട്ടുണ്ട്. വേറൊരു ടെക്സ്റ്റ് ചെയ്യാനാണ്, അതിൻ്റെ സൈഡിൽ വെക്കാനാണ്. അത് ബോറോ പോകുന്നില്ല. അപ്പോൾ ഗൈസ് ഞാനതും അങ്ങനെ സെറ്റാക്കി. എന്നിട്ട് ഞാൻ അതിന് വേറൊരു കളർ കൊടുത്തിട്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് ഞാനതിന് വേറൊരു കളർ കൊടുത്തിട്ട് ഞാൻ തപ്പിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാനത് അവിടെ ഒരു പെയിൻറ്റ് മിക്സായി പോയിട്ടൊരു മോഡലൊരു കളറുണ്ട്. അപ്പോൾ ഞാനിതാ അതിൽ ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും കൂടി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് അടിയിലും അടിയത്തെ സൈഡിലും മുകളിലത്തെ നമ്മുടെ ബസ്സിൻ്റെ സൈഡിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ വീണ്ടും ടെക്സ്റ്റ് എടുത്തിട്ട് നമ്മൾ ഹാൻഡ് റൈറ്റിങ് ഉന്നാൽ മുടിയാതെ തമ്പി എന്ന് ഞാനൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. സ്ട്രോക്ക് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാനത് സൈഡിൽ ഇങ്ങനെ വെച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ നേരെ സ്റ്റിക്കർ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റിക്കർ എടുത്തു. എന്നിട്ട് ഞാനത് അതിൻ്റെ അടിയിൽ നൈസ് ആയിട്ട് വെച്ചിട്ട് എന്നിട്ട് നമുക്ക് കുറച്ച് ചെറുതാക്കിയിട്ട് അത് പണ്ട് ഫ്രണ്ട് സൈഡിൽ വെച്ചിട്ട് അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ആയിട്ട് എന്നിട്ട് നമ്മൾ ടിക്ക് അമർത്തിയിട്ട് അതിൻ്റെ മേലെ ആ ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് PNG വെച്ചിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ ഗെയിമിലേക്ക് ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഇതിലൊരു ബ്രഷിൻ്റെ ചിഹ്നം ക്ലിക്ക് ചെയ്തിട്ട് ഡിവൈസ് ഗാലറി ഹൈ റെസൊല്യൂഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് എടുക്കാൻ കുറച്ച് പാടാണ്, നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന പോലെ അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കൂടി വിശദമാക്കി പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഒരുപാട് ബസ്സിൻ്റെ ഒക്കെ ഉണ്ട്. ഞാൻ ചിലപ്പോൾ ഇതിൽ വരുമെന്നാണ് വിചാരിച്ചത്. ബട്ട് പിന്നെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ മേലെ പോയി ടൈപ്പ് ചെയ്യണം എന്നാലേ കിട്ടുള്ളൂ എന്ന്. അപ്പോൾ മേലെ പോയി പിക്സ്കാർട്ട് എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ അതിൽ ഏറ്റവും അടിയിലായിട്ട് കണ്ട് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടി സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫുൾ സെറ്റ്. ബാക്കിയത്തെ നമ്പർ പ്ലേറ്റ് ഒക്കെ അതേപറ്റി നമ്മൾ അടിച്ച് എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതേപോലെ കിട്ടിയിട്ടുണ്ട്. ഗൈസ് ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ അടിയിലെ കണ്ണ് മാറ്റി നമുക്ക് കിട്ടും. അപ്പോൾ ബൈ.